അടിസ്ഥാനത്തിലുള്ള ചില അറിവുകൾ നേടാനുള്ള നമുക്ക് പ്രാചീന കാലത്ത് ഈ സമ്പ്രദായം ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു തന്ത്രം ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതും ജിജ്ഞാസയുള്ളതും ആയിട്ടുള്ള ഒരു പ്രവചന രീതി ഗ്രഹങ്ങളെന്ന് പറയുന്നത് സൗരയൂഥത്തിലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്ഥാനങ്ങൾ ആണ് ഗ്രഹങ്ങൾ. ഓരോ സമയത്തും ഗ്രഹനിലകൾ വ്യത്യാസപ്പെട്ടുകൊണ്ട് തുടർച്ചയായി അങ്ങനെ മാറുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അതിൻ്റെ ഗ്രഹനില സമയത്തിൻ്റെ ഒരു ഫലനം ഫംഗ്ഷൻ. ആ സമയം കഴിഞ്ഞാൽ ഗ്രഹനിലയിൽ മാത്രം സമയമാണ്. അപ്പോൾ സമയത്തിൻ്റെ പരിണാമം ഗ്രഹനിലയിൽ പ്രതിഫലിച്ചുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രഹനില എന്നുള്ളത് നമ്മളുടെ അനുഭവങ്ങൾ കാലത്തിന്റെ ഫലനങ്ങളാണ്, കാലത്തിന്റെ ഫംഗ്ഷൻസ്. അതുകൊണ്ട് അവ തമ്മിലൊരു ബന്ധമുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഒരാൾ ജനിക്കുമ്പോൾ അയാൾ ജനിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളും ഏതെങ്കിലും സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് നിശ്ചിതമാണ്. അതിനുശേഷം ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും നിശ്ചിതമാണ്. ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനിക്കുന്ന കുട്ടിയുടെ അനുഭവങ്ങൾ കാലത്തിനനുസരിച്ചും ഗ്രഹനിലയും അതിനനുസരിച്ചും. എന്നാൽ തുടക്കത്തിൽ ഉള്ള ഗ്രഹനില ജാതകം നേറ്റൽ ചാർട്ട് ആ ജനന സമയത്തെ ഗ്രഹനില നോക്കിയാൽ ഈ ആളുടെ അനുഭവങ്ങൾ ഏറെക്കുറെ എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ കാണുന്ന ഒരു വസ്തു. ഇതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. ഇതിന് ജ്യോതിശാസ്ത്രവുമായി തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം ഗ്രഹനില പറയുന്നതെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ജ്യോതിശാസ്ത്രത്തിൽ അസ്ട്രോണമി അതിൽ ഈ പ്രവചനത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഗ്രഹങ്ങളുടെ ഗ്രഹനില മാറുന്നതനുസരിച്ച് അനുഭവത്തിൽ വരുന്ന മാറ്റങ്ങളും ജ്യോതിഷം ആ ഭാഗമാണ്. ഇത് മാത്രമാണ് ജ്യോതിഷം. കാലാന്തരത്തിൽ അതിന് മറ്റു ചില പരിവേഷങ്ങളും ചില ആചാരവിശേഷങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം കൂടി വരികയും ഏതോ ഒരു കാലഘട്ടത്തിൽ അത് ആചാരങ്ങളുടെയും മറ്റും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിലുള്ള ബന്ധത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രവചനത്തിന് തന്നെ ചില മാറ്റങ്ങൾ ഏത് കാര്യവും സാധിക്കാം എന്നുള്ള ഒരു ചിന്താഗതി പ്രചരിപ്പിക്കപ്പെട്ടു. ഒരു പക്ഷേ മനഃപൂർവ്വമായിരിക്കാം പ്രചരിപ്പിക്കപ്പെട്ടത്. എങ്ങനെ ഏത് ദോഷകാലം വന്നാലും അതിനെ നേരിടാൻ കഴിയും എന്നും ചില തന്ത്രങ്ങളുണ്ട്, ചിലതൊക്കെ സാധിക്കുമെന്നും എല്ലാം കള്ളത്തിന് നടക്കാൻ. അതോടെ ജ്യോതിഷത്തിന് ഒരു ചെറിയ ഭ്രംശം സംഭവിച്ചു. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഇത്തരം ആചാരങ്ങളിൽ നിന്നും എല്ലാം ഭിന്നമായി വാസ്തവത്തിൽ നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ് ഗ്രഹനിലയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ശാസ്ത്രം പ്രചരിക്കുന്നത്. മറ്റു തരത്തിലാണെങ്കിലും ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അത് കുറെ അധികം സാധിക്കുന്നു എന്നുള്ളതാണ് അനുഭവം.
ഈ അനുഭവം പൊതുവെ എല്ലാവർക്കും രസകരമാണ്. നമുക്കെല്ലാം ജിജ്ഞാസയുണ്ട്, ഭാവി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ ജിജ്ഞാസയുള്ളവരാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ അല്പം മാറ്റാമെങ്കിൽ, കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇതിന് അംഗീകാരം കൊടുക്കുന്നു. അത് വെറുതെ കൊടുക്കുന്ന അംഗീകാരമല്ല, അനുഭവത്തിൽ കാണുന്നു എന്നുള്ളൊരു വസ്തുത. പലപ്പോഴും കാണുന്ന ഒരു വസ്തുത, ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജാതകമാവട്ടെ അല്ലെങ്കിൽ ഒരു നല്ല സമയത്ത് നല്ല സമയം ശുഭസമയം കണ്ടെത്തുന്ന ആൾക്ക് ഏതിലാണെങ്കിലും ആ ഗ്രഹനിലയ്ക്ക് ആ സമയത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങളുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടെന്നുള്ളതാണ്. ഇത് പ്രവചിക്കുന്ന ആളുടെ കഴിവനുസരിച്ചോ അറിവനുസരിച്ചോ വ്യത്യാസപ്പെട്ടു വരാം. പക്ഷേ ആ മാറ്റങ്ങൾ വ്യക്തമായിട്ടും നിയമപ്രകാരവും ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ശാസ്ത്രമായിട്ട് ജ്യോതിഷത്തെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ കുറെ അന്ധവിശ്വാസങ്ങളും കുറെ ഇല്ലാത്ത ആചാരങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി അതെല്ലാം ജ്യോതിഷമാണ് എന്ന് വരയ്ക്കാൻ അതിനെപ്പറ്റി ശരിയായിട്ടുള്ള അറിവില്ലാത്തവർക്കൊരു വിശ്വാസം, അത് മാറ്റിയെടുക്കേണ്ടതാണ് അത്യാവശ്യം. അതായത് ഇതിന്റെ ശാസ്ത്രം എന്താണ് എന്നത് അത് പലതരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ജനന സമയത്തേക്ക് നിലവെച്ചുകൊണ്ട് നമ്മളുടെ അനുഭവങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ഏകദേശ രൂപം അറിയും. അങ്ങനെ ദോഷകാലമുണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് പറ്റിയ പ്രതിവിധി എന്ത് എന്ന് ഉദാഹരണമായിട്ട് ഇന്ന കാലത്ത് ഒരു രോഗത്തിന് സാധ്യതയുണ്ട് എന്ന് കാണും. നമ്മൾ ഡോക്ടറുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ധനപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാണുകയാണെങ്കിൽ ധനം നേരത്തെ കരുതി വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെയുള്ള ചില ഗുണങ്ങൾ ഇതിനകത്ത്. മറ്റൊന്ന്, ഏത് കാര്യം ആരംഭിക്കപ്പെടും ഒരു നല്ല സമയത്ത് ആരംഭിക്കുക എന്നുള്ളൊരു പ്രാധാന്യം. അതിനെ പറ്റിയൊരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നത്. അതും ജ്യോതിഷം കൊണ്ട് സാധിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ജ്യോതിഷം കൊണ്ട് 100% കൃത്യമായിട്ട് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പ്രവചിക്കാൻ പറ്റും എന്നാണ്. പറ്റുകയില്ല എന്നാണ്. സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഈ പ്രപഞ്ചം തന്നെ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള സംഭാവ്യതയുടെ അടിസ്ഥാനത്തിൽ ചലിക്കുന്ന ഒരു സിസ്റ്റം ആണ് നമ്മുടെ പ്രപഞ്ചം. അതുകൊണ്ട് കൃത്യതയോടുകൂടിയുള്ള പ്രവചനം ഒരുപക്ഷെ സാധിച്ചില്ല എന്ന് നാളെ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കാണുന്ന എല്ലാം ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പോകുന്നു. അതുകൊണ്ട് ഇന്നതുപോലെ സംഭവിക്കാൻ സാധ്യത വളരെയുണ്ട് എന്ന്. ഇത് ദോഷകാര്യത്തിന് വേണ്ടി മാത്രമല്ല, നല്ല കാര്യങ്ങൾ. ഏതാണ് എനിക്ക് പഠിക്കാൻ പറ്റിയ സമയം, എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയ സമയം, സമ്പാദിക്കാൻ പറ്റിയ സമയം, ഒരു വീട് വയ്ക്കാൻ പറ്റിയ സമയമുണ്ട്. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഇന്ന് ഏറ്റവും സർവ്വസാധാരണമായിട്ട് ജ്യോതിഷം ഉപയോഗിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്. ആരെ വിവാഹം ചെയ്യാൻ പറ്റും, അതിനാണെങ്കിൽ ഒരുപക്ഷെ ജ്യോതിഷക്കാരെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോജനം. ഇതിനെല്ലാം വളരെ പ്രയോജനം. ഇത് ഒന്ന് ചിട്ടപ്പെടുത്തി ശാസ്ത്രീയമാക്കി അതിലെ പതിരെല്ലാം മാറ്റി നല്ലപോലെ ശുദ്ധമാക്കി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമാക്കുക മാത്രമല്ല, അങ്ങനെ ഉള്ള ഒരു ലക്ഷ്യത്തോടെയാണ് വേദ ഗവേഷണ പരിഷത്ത് ജനിച്ചത്. ഇങ്ങനെ അനുഭവത്തിൽ ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷം ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ വളരെയധികം
പിഴകൾ അല്ലെങ്കിൽ അസംഭാവ്യതകൾ, എന്തിന് അസംബന്ധങ്ങൾ പോലെ ഇതുപോലും ഉള്ളത് അനുഭവത്തിൽ കാണുന്നത് കൊണ്ടാണ് കുറെ ഏതാനും ജിജ്ഞാസുക്കൾ ഒരുമിച്ച് ചേർന്ന് ജന്മം കൊടുത്ത വേദാന്ത ഗവേഷണ പരിഷത്ത്. ഇത് സത്യം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു ഈ ചിഹ്നം സൂചിപ്പിക്കുന്നതിന്റെ താഴെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഓം തത് സത് എന്നാണ്. അതാണ് സത്യം എന്ന് സ്വയം അനുഭവപ്പെടുക, മറ്റുള്ളവരെ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ പരിഷത്തിന്റെ ഉത്സവം. അത് വളരെ ആവേശപൂർവ്വം ധാരാളം ആളുകളെ ആകർഷിക്കുന്നു. അതിൽ ധാരാളം പേരുടെ പ്രവർത്തനമുണ്ട്. അത് കൂടുതൽ ജനസംഖ്യ ഒരു അല്ലെങ്കിൽ തന്നെ കൂടുതൽ താല്പര്യം അതിൽ ജനങ്ങൾക്കുണ്ട്. അങ്ങനെ ജനങ്ങളുടെ താല്പര്യം കൂടി മാനിച്ചുകൊണ്ട് പരിഷത്ത് അങ്ങനെ പുരോഗമിച്ചു വരികയും ഇത് കൂട്ടത്തിൽ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഇതെല്ലാം ജ്യോതിഷം എന്നൊരു ശാസ്ത്രമാണ്. അത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെയോ ഒരു പ്രത്യേക രാജ്യത്തിന്റെയോ ഒരു പ്രത്യേക മതത്തിന്റെയോ അല്ല എന്നുകൂടി അടിവരയിട്ട് പറയുകയും കാരണം അങ്ങനെ ചിലർ വിശ്വസിക്കുന്നു. ഒരു സാധാരണഗതിയിൽ നമ്മുടെ മാസികകളിൽ ഇതിലെല്ലാം കാണുന്നത് പോലെ അസ്ട്രോളജിയെ പറ്റിയോ ജ്യോതിഷത്തെ പറ്റിയോ അതുപോലെയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചോ എല്ലാം അഡ്വർടൈസ്മെന്റ് നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അത് തെറ്റാണെന്ന് തോന്നുന്നു. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജ്യോതിഷം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടായിരുന്നു. അത് കുറേയധികം വികസിച്ചിരുന്നു, ഉപയോഗപ്പെടുത്തിയിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഇവിടെയെല്ലാം കാണുന്നത് ഒരേ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ജ്യോതിഷ ശാഖകൾ എല്ലാം പ്രവർത്തിക്കുന്നു. അപ്പോൾ ലോകത്തിനാകമാനം ഉള്ള ഒരു ശാസ്ത്രമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാരുടെയോ ഒരു പ്രത്യേക ചിന്താഗതിക്കാരുടെയോ ഒരു പ്രത്യേക മതക്കാരുടെയോ അല്ല എന്നുള്ളത് ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൽ കാണുന്ന അഡ്വർടൈസ്മെന്റുകളിൽ നോക്കുന്നുണ്ട്. ഇത് മറ്റ് ചില അനുബന്ധ ശാസ്ത്രങ്ങളെല്ലാം ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. നിമിത്തം വാസ്തവത്തിൽ ജ്യോതിഷം അല്ലെങ്കിൽ ഇതുപോലെയുള്ള തന്ത്രം ഒരു ദോഷകാലം ഉണ്ടെങ്കിൽ അതിന് ചില താന്ത്രിക ക്രിയകളുണ്ട്, അതിന് മാറ്റം വരുത്താം എന്ന് പറയും. തന്ത്രം മറ്റൊരു ശാസ്ത്രം. അത് ജ്യോതിഷം ആയിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ബന്ധമുണ്ട്. ലോകത്തിലുള്ള എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. പക്ഷേ തന്ത്രം ജ്യോതിഷം നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റിൽ പലപ്പോഴും കാണുന്നത് അങ്ങനെയൊരു കാര്യം. അത് മാറ്റിയെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് പരിഷത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ അതിന് ആ ചിന്താഗതിക്ക് ഒരുമിച്ച് നല്ലപോലെ പ്രയത്നിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അന്ധമായ പല വിശ്വാസങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ഈ ഗ്രഹങ്ങളെല്ലാം ദൈവങ്ങളായിട്ട് മാറ്റാനും ഒക്കെ കുറെ കാലം കൊണ്ട് ഇവർക്ക് സാധിച്ചു എന്നൊരു വാസ്തവം. അത് ശരിയാണോ? ഈ കാണുന്ന സൂര്യനെയും ശനിയെയും രാഹുവിനെയും കേതുവിനെയും ഒക്കെ ആരാധിക്കണം, അവര് ദൈവങ്ങളാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം കണ്ടെത്തണം. അത് യുക്തിസഹമായിട്ട് തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട്. അത് വരാതിരിക്കാനായിട്ടാണ് നല്ലൊരു ശാസ്ത്രത്തെ ഇത്തരം അഴുക്കുകളിൽ നിന്നും മാറ്റി കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ ഉള്ള ശ്രമം പരിശ്രമം. ഇതിൽ ഉള്ള സത്യങ്ങൾ അനുഭവത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. മറിച്ച് ഇത് ശരിയല്ല എന്ന് അനുഭവപ്പെട്ടാൽ അത് വലിച്ചു കളയാൻ പറ്റിയ മനസ്ഥിതിയുള്ളവരുടെ ഒരു സ്ഥാപനമാണ് പരിഷത്ത്. അതിലേക്ക് എല്ലാവരെയും ആഹ്വാനം ചെയ്യാനാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്.